നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ മകരക്കൂർ നക്ഷത്രം, അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ, അവരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത്. എന്താണെങ്കിലും അവരുടെ ബുദ്ധിമുട്ട്, സന്ദർഭവും സമയങ്ങളൊക്കെ അങ്ങോട്ട് മാറി. തിരുവോണം, ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാരുടെയൊക്കെ സങ്കടസ്ഥിതികളും കഠിന ബുദ്ധിമുട്ടുകളും മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ അങ്ങോട്ട് മാറ്റമായി. അതൊന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുക. അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിലുപരി കർമ്മരംഗം, അവരുടെ ജോലി രംഗത്തൊക്കെ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥിതിയിലൊക്കെ എത്തിപ്പെട്ടാൻ സാധിക്കും. വല്ല പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. പല കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ വിജയം കിട്ടും. ഉത്രാടം, തിരുവോണം വിട്ടുന്ന ആളുകാർക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളിലും വിജയം ലഭിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരു കർമ്മരംഗം, അവർ തുടങ്ങിയേക്കുന്ന സംരംഭം, കുടുംബത്തിൽ, അങ്ങനെ എല്ലാ രീതിയിലൊക്കെ അല്പം സന്തോഷസ്ഥിതിയും അല്പം മേൽഗതിയൊക്കെ ലഭിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ പറയണമെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായി. കുറച്ച് ആൾക്കാർ ഈ ഉത്രാടം, തിരുവോണം വിട്ടുന്ന ആളുകാർക്ക്, കുറച്ച് ആൾക്കാർക്ക് അസ്ഥി സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ടൊക്കെ അസുഖങ്ങളുണ്ടായിരുന്ന ആൾക്കാരുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ ആ രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും. അനവധി കാലമായിട്ട് മരുന്ന് കഴിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും. നേത്ര സംബന്ധ രോഗങ്ങൾക്കൊക്കെ മോചനം കിട്ടും. ഉദരമായിട്ടുള്ള ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് മോചനം കിട്ടും. അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മോചനം കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഗൃഹനിർമ്മാണം തടസ്സപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും, പുനരാരംഭിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ വിദേശത്തെ ജോലി കുറച്ചും കൂടി മെച്ചപ്പെടും. ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള അവസ്ഥകളൊക്കെ കിട്ടും. സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി ജോലി കിട്ടാനുള്ള അവസ്ഥകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പിന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർക്ക് ആ വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നീങ്ങി വിവാഹങ്ങളാകും, നടക്കും. സന്താന തടസ്സം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് സന്താന തടസ്സമൊക്കെ നീങ്ങും. അങ്ങനെ പല വിധത്തിൽ ഗുണങ്ങളേക്കുള്ള സമയവും സന്ദർഭമൊക്കെയാണ് വന്നേർന്നാക്കണത്. സന്താനങ്ങൾ ഉണ്ടാവാത്ത ആൾക്കാർക്ക് സന്താനങ്ങളാവാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെ ഒത്തുചേരും, ആകും. ജോലി കാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങും. പിന്നെ കുടുംബത്തിൽ സന്തോഷാവസ്ഥകൾ ഉണ്ടാകും. വാഹനം, ഗൃഹം, സ്ഥലം എന്നിവയൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ, അവസ്ഥയൊക്കെ വന്നു ചേരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലസ്ഥിതി കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ വളരെ ഗുണമാണ്. നമ്മൾ മനസ്സറിഞ്ഞ് പല കാര്യങ്ങളും പ്രാർത്ഥിക്കും. അതിനകത്തൊക്കെ ഭൂരിഭാഗം കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൊരവസ്ഥയിലേക്ക് വരും. കുറി, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭാഗ്യം ലഭിക്കാൻ സിദ്ധിക്കും. അങ്ങനത്തെ സമയമാണ്. ഭാഗ്യം സിദ്ധിക്കാനുള്ള സമയമാണ്. പല കുറിയൊക്കെ അടിച്ച് കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലും വാങ്ങിച്ച് അങ്ങനെ പണങ്ങളൊക്കെ തിരിച്ച് കിട്ടും. നമ്മൾ ഉപേക്ഷിച്ച പൈസ വരെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന അവസ്ഥ വരും. അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങൾ വന്നു ചേരും. പിന്നെ പറയണമെങ്കിൽ വിദ്യാരംഗത്ത്, പഠനരംഗത്ത് തടസ്സം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ തടസ്സങ്ങൾ നീങ്ങി അനുകൂലാവസ്ഥ വരും. പിന്നെ തീർത്ഥാടനങ്ങൾ കഴിക്കാൻ സാധിക്കും. ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പുറത്ത് വിദേശത്ത് ജോലി ചെയ്തിട്ട് വരാൻ പറ്റുന്ന ആൾക്കാർ, അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ആൾക്കാർ, അവർക്കൊക്കെ ആ ബുദ്ധിമുട്ടുകൾ നീങ്ങി അനുകൂല സ്ഥിതിയിലേക്ക് ആകും. അങ്ങനെ അനവധി കാര്യങ്ങളാണ് ഈ നാളുകാർക്ക് ഉള്ള ഗുണങ്ങളെ പറ്റി ചിന്തിക്കുകയെന്ന് വെച്ച് പറയാനുള്ളത്. ഉത്രാടം നാളുകാർ കുറേ ക്ലേശങ്ങൾ അനുഭവിച്ച്, കുറേ മാനസിക ക്ലേശങ്ങൾ, കുറേ സാമ്പത്തിക ക്ലേശങ്ങൾ, കുറേ മാനഹാനി, ജോലി തടസ്സങ്ങൾ, അങ്ങനെയൊക്കെ അനവധി അനുഭവിച്ച ദിവസങ്ങൾ, സന്ദർഭമൊക്കെയാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടിത്തുടങ്ങി. അവരുടെ ആ പ്രവൃത്തിയിൽ നിന്നൊക്കെ, ആ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മോചനമായി തുടങ്ങി. ഒരു സംശയവും വേണ്ട. നല്ല അഭിവൃദ്ധി കാര്യങ്ങൾ വരും. ജോലിയിൽ ഗുണസ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ഗുണസ്ഥിതി ഉണ്ടാവും. ഗൃഹത്തിൽ സന്തോഷാവസ്ഥ ഉണ്ടാവും. ഐക്യത വന്നു ചേരും. സന്താനമായിട്ടുള്ള ലോഹ്യങ്ങൾ മാറും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ തിരുവോണക്കാർക്ക് വരും, അല്ല ഉത്രാടക്കാർക്ക് വരും. തിരുവോണക്കാർക്കാണെങ്കിൽ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. വിദേശയോഗം വന്നു ചേരും. പിന്നെ പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാകും.
അങ്ങനെയൊക്കെയുള്ള സമയമാണ് തിരുവോണക്കാർക്കാണെങ്കിൽ. രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മോചനം കിട്ടും. രോഗാവസ്ഥയായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. പൊതുവേ ഒരു സുഖം പ്രാപിക്കും തിരുവോണക്കാർ. സന്തോഷസ്ഥിതിയിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളെല്ലാം, അവർ മത്സരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ അവർക്ക് വന്നു ചേരും. ആ വിട്ടക്കാർക്കാണെങ്കിൽ പല തടസ്സങ്ങളും വരുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ, ജോലി കാര്യങ്ങൾ തടസ്സങ്ങൾ, കുടുംബത്തിലെ അലോഹ്യങ്ങൾ, ഭിന്നത, ദാമ്പത്യ ജീവിതത്തിൽ ഭിന്നത, അങ്ങനെ പലവിധ തടസ്സങ്ങൾ, വിദേശത്ത് ജോലിക്ക് തടസ്സങ്ങൾ, നടക്കാത്ത അവസ്ഥ, അതിനൊന്നും ഗുണം വരാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്നൊക്കെ അവർക്കും മോചനം കിട്ടുകയാണ്, സംശയം വേണ്ട. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് ആളുകാരുടെ സ്ഥിതി മാറിയിരിക്കുന്നത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം സ്ഥിതി മാറിയെങ്കിൽ ജാതകവശാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവർക്ക് ദുരിതങ്ങളുണ്ടാകും. അപ്പോൾ ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് എവിടെയെങ്കിലും ഹനുമാൻ ക്ഷേത്രത്തിൽ പാനകം വഴിപാട് കഴിക്കുക വളരെ വിശേഷമാണ്. ഹനുമാന് പാനകം കഴിച്ച് പ്രാർത്ഥിക്കുക, ഹനുമാന് വെറ്റിലമാല നടത്തി പ്രാർത്ഥിക്കുക, വെറ്റിലമാല നടത്തി പ്രാർത്ഥിക്കുക, രണ്ടും വളരെ വിശേഷമാണ്. അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോചനം കിട്ടാൻ നല്ലതാണ്. പിന്നെ ദുർഗാ ഭഗവതിക്ക് നെയ്വിളക്ക്, പാൽപ്പായസം എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക, അത് വളരെ വിശേഷമാണ്. ദുർഗാ ഭഗവതിക്ക് പാൽപ്പായസം, നെയ്വിളക്ക് എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ആളുകാർക്ക് ദുരിതങ്ങളുണ്ടെങ്കിൽ മോചനം കിട്ടാൻ നല്ലതാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, തുളസിമാല എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. അതും ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ നല്ലതാണ്. ബുദ്ധിമുട്ടിൽ നിന്ന്, ആപത്തിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ ഇവർക്ക് നല്ലതാണ്. ഉത്രാടം തിരുവോണം വിട്ടുന്ന ആളുകാർക്ക് ശ്രീകൃഷ്ണന് പാൽപ്പായസം, തുളസിമാല, ഹനുമാൻ സ്വാമിക്ക് പാനകനേദ്യം, വെറ്റിലമാല എന്നിവയൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം. ദുർഗാ ഭഗവതിക്ക് നെയ്വിളക്ക്, പാൽപ്പായസം എന്നിവ വിളിച്ച് പ്രാർത്ഥിക്കാം. അതിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന മുക്തി, അവർക്ക് അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മുക്തി കിട്ടും, മോചനം കിട്ടും. ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനം കിട്ടി സന്തോഷാവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെയുള്ള സ്ഥിതിയൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ശുഭരാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഒന്നും ശിവായ, ഒന്നും ശിവായ, ഒന്നും ശിവായ.